ഹായ് എവരി വൺ, വെൽക്കം ടു ടുഡേയ്സ് ക്ലാസ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ലിങ്കിങ് ലോഡറിനെ കുറിച്ചാണ്. നമ്മൾ ആബ്സല്യൂട്ട് ലോഡറും ബൂട്ട്സ്ട്രാപ്പ് ലോഡറും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ ദാറ്റ്സ് എ ടൈപ്പ് ഓഫ് ലോഡേഴ്സ് ആണ്. ആബ്സല്യൂട്ട് ലോഡർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, കറക്റ്റായിട്ട് ആ പെർട്ടിക്കുലർ അഡ്രസ്സിൽ തന്നെ നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുള്ള അഡ്രസ്സിൽ തന്നെ പോയിട്ട് എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് അധികം പ്രാക്ടിക്കൽ അല്ലാത്തൊരു കേസാണ്. കാരണം ഇപ്പോൾ മൾട്ടി പ്രോഗ്രാമഡ് ആയിട്ടുള്ള സിസ്റ്റമാണ് എല്ലാം. അപ്പോൾ ഒന്നിൽ കൂടുതൽ പ്രോഗ്രാം അറ്റ് എ ടൈം റൺ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ പറയുന്ന അഡ്രസ്സിൽ തന്നെ പോയിട്ട് ഒബ്ജക്റ്റ് പ്രോഗ്രാം എക്സിക്യൂഷൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം ബുദ്ധിമുട്ടാണ്. സോ നമ്മളിനിയും ആബ്സല്യൂട്ട് ലോഡർ എന്ന് പറയുന്നത് അത്ര പ്രാക്ടിക്കൽ അല്ലാത്തൊരു കേസാണ്. ബൂട്ട്സ്ട്രാപ്പ് ലോഡർ നമ്മൾ പറഞ്ഞു സിസ്റ്റം ഓൺ ആക്കുന്നതും അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ OS റൊട്ടീനുകളെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പെർട്ടിക്കുലർ 80 എന്ന് പറയുന്ന അഡ്രസ്സിലേക്ക് ലോഡ് ചെയ്തിട്ട് എന്താണ് ബൂട്ട്സ്ട്രാപ്പ് ലോഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം അൽഗോരിതം വൈസും പ്രോഗ്രാം വൈസും നമ്മൾ പറഞ്ഞതാണ്. അടുത്തത് ലിങ്കിങ് ചെയ്യാം. ഓക്കെ, ലിങ്കിങ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ലോഡ് ചെയ്യണം, റീലൊക്കേറ്റ് ചെയ്യണം, ആസ് വെൽ ആസ് ലിങ്ക് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ 3 കാര്യങ്ങൾ നമ്മൾ ലിങ്കിങ് ലോഡർ ചെയ്യും. റീലൊക്കേറ്റബിൾ ലോഡർ എന്താ ചെയ്യുന്നത്, റീലൊക്കേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഈ ബിറ്റ് മാസ്ക് യൂസ് ചെയ്തിട്ടും അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ റെക്കോർഡ് യൂസ് ചെയ്തിട്ടൊക്കെ SIC പ്രോഗ്രാമിലും SIC/XC പ്രോഗ്രാമിലും എങ്ങനെയാണ് നമ്മൾ റീലൊക്കേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, അതേപോലെ ലിങ്കിങ് ലോഡറിൽ വരുമ്പം ഇതിനെ നമുക്ക് ഇനി ലിങ്ക് ചെയ്യണം. അതായത് ഓരോരോ കൺട്രോൾ സെക്ഷനുകളായിട്ടാണ് പ്രോഗ്രാമുകൾ ഉണ്ടായിരിക്കുക. അപ്പം ഈ പെർട്ടിക്കുലർ കൺട്രോൾ സെക്ഷനുകൾക്കൊക്കെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മോഡിഫിക്കേഷൻ റെക്കോർഡുകളെല്ലാം നമുക്കിനി ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ റീലൊക്കേഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു ലിങ്കിങ് എന്ന് പറയുമ്പം ഒന്നിൽ കൂടുതൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് പ്രോഗ്രാംസിനെ ലിങ്ക് ചെയ്യുക. റീലൊക്കേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന അഡ്രസ്സ് അല്ലാതെ വേറൊരു അഡ്രസ്സിലേക്ക്, വേറൊരു ലൊക്കേഷനിലേക്ക്, ഒറിജിനലി പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റ് പ്രോഗ്രാമിൽ പറഞ്ഞിരിക്കുന്ന അഡ്രസ്സ് അല്ലാതെ വേറൊരു ലൊക്കേഷനിലേക്ക് നമുക്ക് ലോഡ് ചെയ്തിട്ട് അതിനെയാണ് നമ്മൾ റീലൊക്കേഷൻ എന്ന് പറയുന്നത്. റീലൊക്കേറ്റ് ചെയ്യുക. ഓക്കെ, ലോഡിംഗ് എന്ന് പറയുന്നത് എന്തായിരുന്നു, ഒബ്ജക്റ്റ് പ്രോഗ്രാമിനെ മെമ്മറിയിലേക്ക് എക്സിക്യൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലോഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ 3 കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന ആളാണ് നമ്മളുടെ ലിങ്കിങ് ലോഡർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ലിങ്കിങ് ലോഡറിൽ 3 പ്രോഗ്രാംസ്, നമ്മൾ ഇതൊരു എക്സാമ്പിൾ വെച്ചിട്ടാണ് പറയുന്നത്. ഇതേ പ്രോഗ്രാമാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും ഉള്ളത്. സോ ഇതിലുള്ള പ്രോഗ്രാംസ് എന്ന് പറയുന്നത് ആദ്യം പ്രോഗ്രാം എഴുതിയിട്ടുണ്ട്, പിന്നെ അതിൻ്റെ താഴെയാണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എങ്ങനെയൊക്കെയാണ് ഒരു ഒബ്ജക്റ്റ് പ്രോഗ്രാമിന്, അതായത് ഒബ്ജക്റ്റ് കോഡുകളെ ഉണ്ടാക്കുന്ന സെറ്റ് ഉണ്ടായിരിക്കും. അതിനുശേഷമാണ് അത് 3 പ്രോഗ്രാമുകളായിട്ടാണ് നമ്മളിവിടെ പറയുന്നത്. അതിനുശേഷം അതിൻ്റെ താഴെയായിട്ടാണ് നമ്മൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ സംഭവമല്ലേ, ഹെഡ് റെക്കോർഡ്, ടെക്സ്റ്റ് റെക്കോർഡ്, എൻഡ് റെക്കോർഡ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് പ്രോഗ്രാം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ മാച്ച് ചെയ്ത് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു ലൈന് പറയുമ്പം അതിനനുസരിച്ച് ഇവിടെ പറയാനുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. മാത്രമല്ല കുറച്ച് ക്ലിയർ ഇല്ല. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിൽ സെയിം പ്രോഗ്രാമാണുള്ളത്. ഇത് മനസ്സിലായിട്ട് നമ്മൾ ആ ടെക്സ്റ്റിൽ പോയിട്ട് നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കണം. സോ അത് നമ്മൾ എക്സാമ്പിൾ 3 പ്രോഗ്രാമുകളുടെ എക്സാമ്പിളായിട്ടാണ് ലിങ്കിങ് ലോഡർ പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. 3 കൺട്രോൾ സെക്ഷനുകൾ കേട്ടോ. അപ്പോൾ ഓരോ പ്രോഗ്രാമിലും, ഇപ്പോൾ പ്രോഗ്രാം എയിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന 3 ഐറ്റങ്ങൾ ഏതൊക്കെയാണ് ഐറ്റംസ്, പ്രോഗ്രാം എയിൽ എന്ന് പറയുമ്പോൾ പ്രോഗ്രാം ബിയിൽ, പ്രോഗ്രാം സിയിൽ 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ലിസ്റ്റ് എ, എൻഡ് എ, ലിസ്റ്റ് ബി, എൻഡ് ബി, ലിസ്റ്റ് സി, എൻഡ് സി എന്ന് പറയുന്ന ഇത്രയും ഐറ്റംസുകൾ നമ്മൾ ഇത്രയും പ്രോഗ്രാമുകൾ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മളിനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ദെൻ 2 പാസസ് ആണ് ഇതിലൂടെ നമ്മൾ 2 പാസ് ആണ് ലിങ്കിങ് ലോഡറിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് പാസസ്, എങ്ങനെയൊക്കെയാണ് പാസ് ചെയ്യുമ്പോൾ ഉള്ളത് എന്നുള്ളത് വി വിൽ ഡിസ്കസ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ പ്രോഗ്രാം എടുക്കുകയാണ്. ആദ്യത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് പ്രോഗ്രാം എ ആണ്. സ്റ്റാർട്ടിങ് 0-ലാണ്. അപ്പം ഇതാണ് നമ്മളുടെ ലേബൽ ഫീൽഡ്, ഇത് നമ്മളുടെ ഓപ്പ് കോഡ് ഫീൽഡ്, ഇത് ഓപ്പറാൻഡ് ഫീൽഡ്, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് കോഡുകൾ. ഓക്കെ, അപ്പോൾ നമുക്കിനിയും ഇതിനൊക്കെ ഹെഡ് റെക്കോർഡും ഡെഫിനേഷൻ ഇപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം, എക്സ്റ്റേണൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, എക്സ്റ്റേണൽ റെഫറൻസും ചെയ്തിട്ടുണ്ട് അല്ലേ. ഈ ഒരു പെർട്ടിക്കുലർ കൺട്രോൾ സെക്ഷനുകളിൽ ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള 2 വേരിയബിൾസ് ആണ് ലിസ്റ്റ് എയും എൻഡ് എയും. കാരണം ലിസ്റ്റ് എ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ? യെസ്, ലിസ്റ്റ് എ 0040 എന്ന് പറയുന്ന അഡ്രസ്സിൽ ലിസ്റ്റ് എ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? EQ സ്റ്റാർ ആണ്. സ്റ്റാർ എന്ന് പറയുമ്പോൾ എന്താണ്, ലൊക്കേഷൻ കൗണ്ടറിലുള്ള കറണ്ട് വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാർ യൂസ് ചെയ്യുന്നത്. സോ ലിസ്റ്റ് എ എന്ന് പറയുന്നത് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്, ഇവിടെ തന്നെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അല്ലേ, ഈ ഒരു കൺട്രോൾ സെക്ഷൻ്റെ ഉള്ളിൽ തന്നെ. എൻഡ് എയും ഇവിടെ ചെയ്തിട്ടുണ്ടോ? യെസ്, എൻഡ് എയും ഇവിടെ ചെയ്തിട്ടുണ്ട് 0054. ഓക്കെ, സോ അതുകൊണ്ടാണ് അതിന് എക്സ്റ്റേണൽ ഡെഫിനിഷൻ എന്ന് കൊടുത്തിരിക്കുന്നത്. റെഫറൻസോ ഇതിനൊന്നും നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവില്ല, ജസ്റ്റ് റെഫർ മാത്രം ചെയ്തിട്ടുണ്ടാവും.
ഓക്കെ, ലിസ്റ്റ് ബി ആൻഡ് ലിസ്റ്റ് സി ആൻഡ് ബി ആൻഡ് സി ഇതൊക്കെ പറയുന്നത് റെഫർ ചെയ്യപ്പെട്ടിട്ടുള്ള വേരിയബിൾസ് ആണ്. അപ്പോൾ നമ്മളതിനെ EXT റഫ് എന്ന് പറയുന്ന ഒരു കോഡ് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ അതിനുശേഷം എന്താണ് ചെയ്യുന്നത് നമ്മൾ നോക്കുക. ഫസ്റ്റ് നമുക്കിനി ഈ കോഡ് ഉണ്ടാക്കാം കേട്ടോ. ഇപ്പോൾ ഇവിടെ LDയെ ലോഡ് ചെയ്യാനാണ്. REF1 എന്ന് പറയുന്ന 0020 ലിസ്റ്റ് ചെയ്യാൻ ലോഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ലിസ്റ്റ് ചെയ്യാന്ന് പറയുമ്പം ഓപ്പ് കോഡ് എന്ന് പറയുമ്പം ലോഡ് LDA ആണ്. ദെൻ ലിസ്റ്റ് ചെയ്യാന്ന് പറയുന്നതാണ് നമ്മളുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പറാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏത് അഡ്രസ്സാണ് നോക്കിയാൽ അറിയാം ഏത് അഡ്രസ്സിങ് ഏത് ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റാണ്. ഇപ്പം ഫോർമാറ്റ് 1 ആണോ? ഫോർമാറ്റ് 1 ഈ ഇതൊരു SIC/XC പ്രോഗ്രാമാണ്. ഫോർമാറ്റ് 1 ആണെന്നുണ്ടെങ്കിൽ അവിടെ ഓപ്പ് കോഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് ഇവിടെ ഓപ്പ് കോഡ് മാത്രമല്ല. ഫോർമാറ്റ് 2 ആണെങ്കിൽ ഇവിടെ രജിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ രജിസ്റ്റർ ഒന്നുമില്ല. ദെൻ ഫോർമാറ്റ് 4 അല്ല, കാരണം ഫോർമാറ്റ് 4 ആണെങ്കിൽ ഇവിടെ പ്ലസ് എന്ന് പറയുന്ന ഒരു സിമ്പൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഫോർമാറ്റ് 4 അല്ല. സോ ഇറ്റ് ഈസ് ഫോർമാറ്റ് 3. ഫോർമാറ്റ് 3ലാണെങ്കിൽ നമ്മൾ പ്രോഗ്രാം കൗണ്ടർ അല്ലെങ്കിൽ അഡ്രസ്സിംഗ് മോഡുകളോ അല്ലെങ്കിൽ റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡുകളൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒബ്ജക്റ്റ് കോഡുകൾ ഉണ്ടാക്കുന്നത് അല്ലേ. ആ അഡ്രസ്സിംഗ് മോഡുകളൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അഡ്രസ്സ് എവിടെയാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നത്. കറക്റ്റായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കും. അവിടെ നമുക്ക് എങ്ങനെയായാലും നമുക്ക് ചേഞ്ച് വരില്ല. ഓക്കെ, അപ്പം അത് കറക്റ്റായിട്ട് തന്നെ ആ പെർട്ടിക്കുലർ പറഞ്ഞിരിക്കുന്ന അഡ്രസ്സിൽ തന്നെ പോയിട്ട് ഈ 03201D എന്ന് പറയുന്നതിന് ലോഡാവും. ഓക്കെ, അതാണ് നമ്മളുടെ ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് ഏതാണ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞ് നോക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതായത് നമ്മളിപ്പം ഇതേപോലെ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് റീലൊക്കേറ്റ് ചെയ്യുന്നത്? നമ്മൾ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുന്ന സമയത്ത് മെമ്മറി മേ ബി ഫ്രീ ആയിരിക്കില്ല. അപ്പോൾ ഫ്രീ ആയിട്ടുള്ള ഒരു മെമ്മറി നമ്മളുടെ OS പറഞ്ഞു തരും. ആ മെമ്മറിയിലേക്ക് കറക്റ്റായിട്ട് നമുക്ക് ഇതിനൊക്കെ ലോഡ് ചെയ്തെടുക്കണം. അതാണ് നമ്മളുടെ എയിം എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളുടെ പ്രോഗ്രാമുള്ള കറസ്പോണ്ടിങ് പ്രോഗ്രാമിൻ്റെ ഒബ്ജക്റ്റ് പ്രോഗ്രാം തന്നിരിക്കുന്ന കോഡിൻ്റെ ഹെഡർ റെക്കോർഡ്, ടെക്സ്റ്റ് റെക്കോർഡ് ഫോർമാറ്റുകൾ കറക്റ്റ് ഫോർമാറ്റായിട്ട് ഒബ്ജക്റ്റ് പ്രോഗ്രാമിനെ ബിൽഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി രണ്ടാമത്തതിലേക്ക് പോവാം. ഇത് കറക്റ്റായിട്ട് തന്നെ ലോഡ് ആവും കേട്ടോ. രണ്ടാമത്തെ ലൈനിലേക്ക് പോകുമ്പോൾ +LDT ഇതൊരു ഫോർമാറ്റ് 4 ആണ്. ഓക്കെ, +LDTയിൽ ലിസ്റ്റ് B+4 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലിസ്റ്റ് B എന്ന് പറയുന്നതിന് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ? ലിസ്റ്റ് Aയും എൻഡ് Aയും ആണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ലിസ്റ്റ് Aയും എൻഡ് Aയും. ലിസ്റ്റ് B ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ ലിസ്റ്റ് Bനെ നമുക്കറിയില്ല. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ആവശ്യം? ലിസ്റ്റ് ബീനെ നമുക്കറിയില്ല. അപ്പോൾ നമുക്കിവിടെ ഒരു മോഡിഫിക്കേഷൻ റെക്കോർഡിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ എവിടെ നിന്ന് തൊട്ടാണ് മോഡിഫിക്കേഷൻ വേണ്ടത് നമുക്ക് നോക്കാം. അത് നമ്മളെ ലിസ്റ്റ് LDTക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ, അതായത് 77 എന്ന് പറയുന്നത് നമുക്ക് എവിടെ നിന്ന് കിട്ടും? കറസ്പോണ്ടിങ് ഓപ്പ് ടാബിൽ നിന്ന് കിട്ടും അല്ലേ. ഓപ്പറാൻഡിൻ്റെ ഫസ്റ്റ് എങ്ങനെയായിരുന്നു നമ്മൾ സിമ്പിൾ ടേബിൾ അല്ലെങ്കിൽ എക്സ്റ്റേണൽ സിമ്പിൾ ടേബിൾ ബിൽഡ് ചെയ്യുന്നത്? കറസ്പോണ്ടിങ് ഓപ്പ് ടാബിൽ നിന്ന് ഈ LDX മെഷീൻ ഇക്വാലൻ്റ് LDTക്ക് മെഷീൻ ഇക്വാലൻ്റ് വാല്യൂ കിട്ടും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓപ്പറാൻഡ് ഫീൽഡിലേക്കാണ് വരുന്നത്. അതിൽ ലിസ്റ്റ് ബീൻ്റെ കാര്യം നമുക്കറിയില്ല. സോ അവിടെ നമുക്ക് എന്ത് വേണം? 0023 കഴിഞ്ഞിട്ട് 24 മുതൽ എന്ത് വേണം? മോഡിഫിക്കേഷൻ റെക്കോർഡ് ആഡ് ചെയ്യണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് അറിയുന്നില്ല എവിടെയാണ് ലിസ്റ്റ് ബീൻ്റെ കാര്യം, കാരണം അത് റെഫർ ചെയ്തിട്ടേ ഉള്ളൂ. അത് നമ്മളപ്പം നമ്മളുടെ മോഡിഫിക്കേഷൻ റെക്കോർഡിൽ 5 ഹാഫ് ബൈറ്റായിട്ട്, അതാണ് ഇവിടെ മോഡിഫിക്കേഷൻ റെക്കോർഡ് നോക്കുക. M00023 24 23 കറസ്പോണ്ടിങ് 77 ഇട്ടിട്ടുണ്ടാവും. 24 മുതലാണ് നമുക്കിനി മോഡിഫിക്കേഷൻ ആവശ്യം. സോ M കഴിഞ്ഞിട്ട് 00024ലേക്ക് 5 ഹാഫ് ബൈറ്റ് അല്ലേ. മോഡിഫിക്കേഷൻ റെക്കോർഡിൽ എങ്ങനെയാണ് ബൈറ്റുകൾ എടുക്കുന്നത്? ഹാഫ് ബൈറ്റ്സ് ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 5 എണ്ണം ഉണ്ട്. സോ 5 ഹാഫ് ബൈറ്റ് പ്ലസ് അതിലേക്ക് എന്താണ് ആഡ് ചെയ്യേണ്ടത്? ലിസ്റ്റ് ബീനെയാണ് നമുക്കില്ലാത്തത്. സോ ലിസ്റ്റ് ബീനെ ആഡ് ചെയ്യണം. സോ അങ്ങനെയാണ് നമുക്ക് അറിയാത്തതിനെ നമ്മൾ റെഫർ ചെയ്യുന്നത് മോഡിഫിക്കേഷൻ റെക്കോർഡ് വെച്ചിട്ട്. ഓക്കെ, +4 ആണ്, പിന്നെ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതാണ് ഇവിടെ കറക്റ്റായിട്ട് 4 തന്നെ 004 എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാം. ഓക്കെ, അതിൽ ഒരു ചേഞ്ച് വരില്ല. സോ ലിസ്റ്റ് ബീനെ നമുക്കറിയില്ല. ലിസ്റ്റ് ബിക്ക് വേണ്ടി നമ്മളൊരു മോഡിഫിക്കേഷൻ റെക്കോർഡ് ഉണ്ടാക്കിയിരിക്കുന്നു. അത് ഏത് മെമ്മറി തൊട്ട് ഉണ്ടാക്കണം? 0024 മുതൽ ഉണ്ടാക്കണം. സോ M00024 5 ഹാഫ് ബൈറ്റുകൾ പ്ലസ് ലിസ്റ്റ് ബി. ഓക്കെ, ദെൻ അപ്പോൾ നമ്മൾ ആ ഒരു ലൈൻ ഓഫ് കോഡ് കഴിഞ്ഞു. അടുത്ത കോഡ് റീഡ് ചെയ്യാം. LDXൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നമുക്ക് ഓപ്പ് ടാബിൽ നിന്ന് കിട്ടും. ദെൻ അതിൽ കൊടുത്തിരിക്കുന്ന ഓപ്പറാൻഡുകൾ എന്താണ്? അതിൽ കൊടുത്തിരിക്കുന്ന ഓപ്പറാൻഡ് എന്ന് പറയുന്നത്
ഒരു ഹാഷ് എൻഡ് എ മൈനസ് ലിസ്റ്റ് എ ആണ് അല്ലേ. ഹാഷ് എൻഡ് എ മൈനസ് ലിസ്റ്റ് എ ആണ്. ഹാഷ് എൻഡ് എ എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് വാല്യൂ എന്ന് പറയുന്നത് 54 ആണ്. മൈനസ് ലിസ്റ്റ് എ എന്ന് പറയുന്നതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? കറസ്പോണ്ടിങ് വാല്യൂ എന്ന് പറയുന്നത് 40 ആണ് അല്ലേ, 40. അപ്പോൾ 54 മൈനസ് 40 എന്ന് പറയുന്നത് എത്രയാണ്? 14 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ 14 എന്ന് കിട്ടും. എൽ ഡി എക്സിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് എന്ത് വരും? എൽ ഡി എക്സിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ളതിന് നമുക്ക് ഓപ്റ്റാബിൽ നിന്ന് കിട്ടും. ആൻഡ് ഓൾസോ ഓപ്പറാൻഡിൻ്റെ എന്ത് വരും? ഓപ്പറാൻഡ് എന്ന് പറയുമ്പോൾ എൻഡ് എ 54 ആണ് ഓപ്പറാൻഡിൻ്റെ വാല്യൂ, ഹാഷ് ആണ് പറഞ്ഞിരിക്കുന്നത്. സോ കോൺസ്റ്റൻറ്റ് 54 മൈനസ് ലിസ്റ്റ് എ എന്ന് പറഞ്ഞിരിക്കുന്നത് EQ സ്റ്റാർ ആണ്. സ്റ്റാർ എന്ന് പറയുമ്പോൾ അതിൻ്റെ കറണ്ട് ലൊക്കേഷൻ കൗണ്ടറിൻ്റെ വാല്യൂ 40. അപ്പം 54 മൈനസ് 40, സോ 14 എന്ന് വരും. ദെൻ അടുത്തത് എന്താണ്? അടുത്ത ഇപ്പം ഓപ്പറാൻഡിൻ്റെ വാല്യൂ വെച്ചിട്ട് നോക്കണം കേട്ടോ, ഏത് രീതിയിലുള്ള. ഇവിടെ നമുക്ക് 2 വേരിയബിൾസ് ഒക്കെയാണ് വരുന്നത്. സോ എങ്ങനെയാണ് ഫസ്റ്റത്തത് ഫോർമാറ്റ് 3യും ഇതും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമ്മൾ ഓപ്പറാൻഡിൻ്റെ അനുസരിച്ചിട്ട് വേണം മനസ്സിലാക്കാൻ. അതിനനുസരിച്ചിട്ട് വേണം ഇവിടുത്തെ ഒബ്ജക്റ്റ് കോഡ് ഉണ്ടാക്കാൻ കേട്ടോ. ഇനി നമ്മൾ അടുത്തത്, അപ്പോൾ നമുക്ക് അവിടെ ഒന്നിൻ്റെ ആവശ്യമില്ല, കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടി. ദെൻ ലിസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് റഫ് നോക്കാം. റഫ് വേർഡ്, ഓക്കെ, വേർഡാണ് ഇവിടെ വന്നിരിക്കുന്നത്. സാധാരണ കോഡുകൾ വരുന്നത് പോലെയല്ല. ഈ ടൈപ്പിലുള്ള അസംബ്ലർ ഡയറക്ടറീസ് വരുമ്പം എന്താണ് നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് കോഡ് എങ്ങനെ ഉണ്ടാക്കുക? എന്താണോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അത് തന്നെയായിരിക്കും അതിൻ്റെ ഒബ്ജക്റ്റ് കോഡ് എന്നാണ് നമ്മൾ വേർഡൊക്കെ വരുമ്പോൾ പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഓപ്പറാൻഡ് സൈഡിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതേ തന്നെയായിരിക്കും. സോ നമുക്ക് ഇവിടെ അറിയുന്നതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് അത് നമുക്ക് എഴുതാം. അറിയാത്തതിൻ്റെ നമ്മൾ എന്ത് എഴുതും? റഫ് ഫോർ വേർഡ് എൻഡ് എ മൈനസ് ലിസ്റ്റ് എ പ്ലസ് ലിസ്റ്റ് സി എന്നാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ നോക്കുക, എൻഡ് എനെ നമുക്കറിയോ? എൻഡ് എനെ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, നമുക്കറിയാം. മൈനസ് ലിസ്റ്റ് എനെ നമുക്കറിയോ? നമുക്കറിയാം. അതാണ് 54 മൈനസ് 40 എന്ത് വരും? 14 എന്ന് വരും. പ്ലസ് ലിസ്റ്റ് സീനെ നമുക്കറിയോ? ലിസ്റ്റ് സീനെ ഇല്ല, ലിസ്റ്റ് സീനെ റെഫർ ചെയ്തിട്ടേ ഉള്ളൂ. സോ ലിസ്റ്റ് സീനെ നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എൻഡ് എ മൈനസ് ലിസ്റ്റ് എ 14 ആണെന്ന് മാത്രമേ നമുക്കറിയുള്ളൂ. പ്ലസ് ലിസ്റ്റ് സീനെ കുറിച്ച് നമ്മൾ എഴുതിയിട്ടില്ല. സോ നമുക്ക് ഇവിടെ എന്ത് വേണം? ഒരു മോഡിഫിക്കേഷൻ റെക്കോർഡ് വേണം. മോഡിഫിക്കേഷൻ റെക്കോർഡ് എവിടെ മുതൽ തുടങ്ങണം? 54 മുതൽ തന്നെ തുടങ്ങണം. കാരണം ഇവിടെ അസംബ്ലർ ഡയറക്റ്റീവ് വേർഡാണ്. ഓക്കെ, അസംബ്ലർ ഡയറക്റ്റീവ് വേർഡോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ബൈറ്റോ ആ രീതിയിലുള്ള ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, വേർഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണോ ലൊക്കേഷൻ കൗണ്ടറിലെ അഡ്രസ്സ് അത് തന്നെ ആയിരിക്കും നമുക്ക് മോഡിഫൈ ചെയ്യേണ്ട അഡ്രസ്സ് എന്ന് പറയുന്നത്. സോ 0054 M00054 എത്രയാണ്? 6. ഇവിടെ 6 ഡിജിറ്റലുകൾ, അപ്പോൾ 6 ആയിട്ടാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. പ്ലസ് എന്താണ്? 6ലേക്ക് നമുക്കറിയാത്ത വേരിയബിൾ ഇവിടെ ഏതാണ്? ലിസ്റ്റ് സി. സോ പ്ലസ് ലിസ്റ്റ് സി. ഓക്കെ, അപ്പോൾ അങ്ങനെ അടുത്തത് നോക്കാം. റഫ് വേർഡ് എൻഡ് സി മൈനസ് ലിസ്റ്റ് സി മൈനസ് 10 എന്നാണ്. അപ്പം എൻഡ് സീനെ നമുക്കറിയോ? ഇല്ല. ലിസ്റ്റ് സീനെ നമുക്കറിയോ? ഇല്ല. അപ്പം നമുക്കറിയുന്നത് ആരാണ്? 10 ആണ് അല്ലേ. മൈനസ് 10 എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്. അത് അതേപോലെ എഴുതാം. എഫ് എന്ന് പറയുന്നത് എന്താണ്? മൈനസ് 10ൻ്റെ 2's കോംപ്ലിമെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എൻഡ് സീൻ്റെയും ലിസ്റ്റ് സീൻ്റെയും എന്തെഴുതണം? മോഡിഫിക്കേഷൻ റെക്കോർഡ് എഴുതണം. ആദ്യം നമ്മൾ എൻഡ് സീൻ്റെ എഴുതും. എവിടെ മുതലാണ്? 57 മുതൽ. ഓക്കെ, 57 മുതൽ തന്നെ എൻഡ് സിയും എഴുതും. 57 മുതൽ തന്നെ മൈനസ് ലിസ്റ്റ് സീൻ്റെ മോഡിഫിക്കേഷൻ റെക്കോർഡുകൾ എഴുതും. ഓക്കെ, സോ പ്ലസും മൈനസും വരും. അത് അതേപോലെ ഇവിടെ എന്താണോ കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ മോഡിഫിക്കേഷൻ റെക്കോർഡിൽ കൊടുക്കുക. അതേപോലെയാണ് നമ്മൾ ബാക്കിയുള്ളതെല്ലാം ചെയ്യുന്നത്. സിമ്പിൾ അല്ലേ? അപ്പം എന്താണ് ഓരോന്നിൻ്റെയും ഓരോ പ്രാവശ്യം കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് നോക്കുക, അതിനനുസരിച്ച് ഇവിടെ എഴുതാം. ഓക്കെ, ദെൻ അടുത്തത് പ്രോഗ്രാം ബിയിലും അതേപോലെ തന്നെയാണ്. നമ്മൾ ഹെഡർ റെക്കോർഡുകളൊക്കെ കൊടുക്കുന്നു പ്രോഗ്രാം എയും. ദെൻ അതിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ കൊടുക്കും. പിന്നെ അതിനുശേഷം ഡെഫിനിഷൻ റെക്കോർഡ് കൊടുക്കും. അതായത് ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആരാണോ? ലിസ്റ്റ് ബി, എൻഡ് ബി. ലിസ്റ്റ് ബീൻ്റെ ലിസ്റ്റ് ബീൻ്റെ അഡ്രസ്സ് എന്താണ്? 60 ആണ്. എൻഡ് ബീൻ്റെ അഡ്രസ്സ് എന്താണ്? 70 ആണ്. 0070 ആണ്. അത് രണ്ടും ഡെഫിനിഷൻ റെക്കോർഡിൽ കൊടുക്കും. പിന്നെ ഇവിടെ ആരൊക്കെയാണോ റെഫർ ചെയ്തിരിക്കുന്നത് അത് നമ്മൾ റെഫറൻസ് റെക്കോർഡിലും കൊടുക്കും. ലിസ്റ്റ് എ, എൻഡ് എ, ലിസ്റ്റ് സി, എൻഡ് സി എന്ന് പറഞ്ഞിട്ടുള്ളത് റെഫറൻസുകളായിട്ട് ഏതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അത് നമ്മൾ റെഫറൻസ് റെക്കോർഡിലും കൊടുക്കും. അതിനുശേഷം നമ്മൾ ഇതേപോലെ മോഡിഫിക്കേഷൻ റെക്കോർഡുകൾ ആഡ് ചെയ്യും. ഓക്കെ, ടെക്സ്റ്റ് റെക്കോർഡിന് ശേഷം മോഡിഫിക്കേഷൻ റെക്കോർഡുകൾ എവിടേക്കാണോ വരുന്നത്, നമ്മൾ അറിയാത്തത് എവിടേക്കാണോ ഉള്ളത് അതിനൊക്കെ
സെപ്പറേറ്റ് ആയിട്ട് ഓരോ വേരിയബിളിലും എൻഡ് ചെയ്യാനാണെങ്കിൽ എൻഡ് ചെയ്യൊക്കെ ഒരു മോഡിഫിക്കേഷൻ റെക്കോർഡ്, ലിസ്റ്റ് ചെയ്യാനാണെങ്കിൽ അതായത് ഒരേ ഓപ്പറാൻഡ് ഫീൽഡിലുള്ള തന്നെ 3 വേരിയബിൾസ് അറിയാത്തതുണ്ടെങ്കിൽ 3 വേരിയബിൾസിനും സെപ്പറേറ്റ് മോഡിഫിക്കേഷൻ റെക്കോർഡുകൾ ആഡ് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഓരോന്നിൻ്റെയും മോഡിഫിക്കേഷൻ റെക്കോർഡുകൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ എന്തിനാണ് ഇപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? OSലേക്കുള്ള ഇൻപുട്ടിനെയാണ്, OS അല്ല, ലിങ്കിങ് ലോഡറിലേക്കുള്ള ഇൻപുട്ടിനെയാണ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഈ രീതിയിലുള്ള ഈ ഹെഡർ റെക്കോർഡ്, ഡെഫിനിഷൻ റെക്കോർഡ്, റെഫറൻസ് റെക്കോർഡ്, ടെക്സ്റ്റ്, മോഡിഫിക്കേഷൻ, എൻഡ്. ഓക്കെ, അപ്പം അങ്ങനത്തെ അത്രയും ഉള്ളതിനെയാണ് നമ്മളുടെ ലിങ്കിങ് ലോഡറിലേക്ക് എന്താക്കി കൊടുക്കുന്നത്? നമ്മളുടെ ഇൻപുട്ടാക്കി കൊടുക്കുന്നത്. ഈ രീതിയിലുള്ള ഇതിലൂടെയാണ്, ഒബ്ജക്റ്റ് പ്രോഗ്രാമിലൂടെയാണ് നമ്മളുടെ 2 പാസ് കടന്നു പോകുന്നത്. നമ്മളുടെ ലിങ്കിങ് ലോഡർ 2 പാസ് വഴി കടന്നു പോയിട്ടാണ് നമുക്ക് എന്ത് ഉണ്ടാക്കി തരുന്നത്? കറക്റ്റായിട്ട് തന്നെ ലിങ്ക് ചെയ്ത് ലോഡ് ചെയ്ത് മെമ്മറിയിലേക്ക് എക്സിക്യൂഷൻ നടത്തുന്നത്. സോ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. സോ ആദ്യം 3 എണ്ണത്തിന് നമുക്ക് മെയിനായിട്ട് നിങ്ങൾ ഫോക്കസ് കൊടുക്കേണ്ടത് മോഡിഫിക്കേഷൻ റെക്കോർഡിനെ എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളതാണ്. സോ മോഡിഫിക്കേഷൻ റെക്കോർഡ് ആഡ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഡിഫൈൻ ചെയ്തിരിക്കുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ തന്നെ ഉണ്ടായിരിക്കും ഡിഫൈൻ ചെയ്തത് എന്താണെന്നുള്ളത്. സോ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. റെഫറൻസ് ചെയ്തിരിക്കുന്നതിനെയാണ് നമുക്ക് മോഡിഫിക്കേഷൻ റെക്കോർഡ് ആവശ്യമായിട്ട് വരുന്നത്. അപ്പം ഓരോന്നിനെയും സെപ്പറേറ്റ് ആയിട്ട് തന്നെ മോഡിഫിക്കേഷൻ റെക്കോർഡുകൾ കൊടുക്കുക. അത് ഇവിടെ കൊടുത്തിരിക്കുന്നത് പ്ലസ് ആണെങ്കിൽ പ്ലസ്, മൈനസ് ആണെങ്കിൽ മൈനസ്. സോ അങ്ങനെയാണ് നമ്മൾ ഇത്രയും ഒബ്ജക്റ്റ് പ്രോഗ്രാം ഫസ്റ്റ് കൺട്രോൾ സെക്ഷൻ ഉണ്ടാക്കി, രണ്ടാമത്തെ കൺട്രോൾ സെക്ഷന് ഈ ഒബ്ജക്റ്റ് പ്രോഗ്രാം ഉണ്ടാക്കി, മൂന്നാമത്തെ കൺട്രോൾ സെക്ഷന് ഈ ഒബ്ജക്റ്റ് പ്രോഗ്രാം ഉണ്ടാക്കി. ഇതാണ് നമ്മളുടെ ലിങ്കിങ് ലോഡറിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിനുശേഷമുള്ള ലിങ്കിങ് 2 പാസുകൾ എങ്ങനെയാണ് ഇതിലൂടെ പാസ് ചെയ്യുന്നത് എന്നുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.